ഞാൻ എൻ്റെ സന്തോഷത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്താണ് സ്കോട്ട്ലൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പുതിയ ഇലകൾ വന്നിട്ടുണ്ടോ, ചെടികൾക്ക് എന്താണ് മാറ്റം എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എടുത്തോ എന്ന് പറഞ്ഞ് കുറേ എക്സ്പ്രഷനൊക്കെ വാരിക്കോരി അങ്ങനെ ഇട്ട് കൊടുത്ത് അവൻ കുറേ ഫോട്ടോസ് എടുത്ത് തന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടും അതുപോലെ തന്നെ ലൂടെ കൂടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് ലൂടെ കൂടിട്ടേക്കുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ ലൂവിനെ നമുക്ക് കാണാം, ലൂവിക്ക് നമ്മൾ കാണുകയും ചെയ്യാം. തൊട്ട് ബാക്കിലാണ് നമുക്ക് ഫിഞ്ചസിൻ്റെ കൂട് വന്നത്. എനിക്ക് 2 ടൈപ്പ് കിളികളാണ്, പൈനാപ്പിൾ കൊണൂറും അതുപോലെ തന്നെ ജംബോ ഫിഞ്ചസ്. അതിൻ്റെ ഒരു 5 പേരുണ്ട്. അപ്പോൾ അങ്ങനെ 2 മേടിച്ചിട്ടതാണ് ജംബോ ഫിഞ്ചസ്. പിന്നെ അത് പ്രസവിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളായതാണ്, മുട്ടയിട്ട്, സോറി കേട്ടോ. അപ്പോൾ അപ്പോൾ ഇതാണ് ലൂവിയുടെ കൂടാൻ. ലൂവി രാത്രി അതിനകത്താണ് കിടക്കുന്നത്. ഞാനിങ്ങനെ തയ്ച്ച് കൊടുത്തതാണ് ലൂവിക്ക് മഴയുള്ള സമയത്ത്. അപ്പോൾ ലൂവി അതിനകത്താണ് രാത്രി പോയി കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കണേണ്. പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരാനാണ് ലൂവിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഞ്ചസ്, വൈറ്റും ഗ്രേയും ആയിട്ടാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. നല്ല ബേർഡാണ്, നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ലവ് ബേർഡിനെ പോലെ അത്ര കെയറിങ് ഒന്നുമില്ല. തെന വെച്ച് കൊടുക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഒച്ചപ്പാടും ബഹളങ്ങളൊന്നുമില്ല. നല്ല രസമാണ്. പക്ഷേ നമ്മളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും വോയിസ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കുട്ടി കുട്ടി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. ഞാനിങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ എണ്ണ പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. അപ്പോൾ എനിക്ക് പിള്ളേർ വാങ്ങി കഴിക്കുമ്പോൾ എനിക്കത്ര ഞാനത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. എനിക്കത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ നിൽക്കുന്ന ദിവസം അവർക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ് കൊടുക്കാറ്. അപ്പോൾ കുട്ടി കുട്ടി പഴംപൊരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ആ മുരിഞ്ഞ ഇതും കുറേ കഴിക്കാൻ പറ്റുമല്ലോ.